അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയും ഷമ്മാസും അതാ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ പഠിച്ചോൻ എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കല്ലാ. ഉമ്മ അത് മാത്രമായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഞ്ഞ് നഷ്ടപ്പെടുന്നില്ല. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. മിംസിൽ ഏതായാലും ഇല്ല, അപ്പോൾ ഇനി മെഡിക്കൽ കോളേജിൽ നമുക്ക് നോക്കാം. പഠിച്ചോനെ ആയിരക്കണക്കിന് കുട്ടികൾ കിടക്കുന്ന സ്ഥലമാണ് റബ്ബേ. എവിടെ ഏതാ എന്താ നമ്മളാ മിംസിൽ തന്നെ പോയിട്ട് എത്ര കുട്ടികൾ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ കുട്ടിക്കും കഴിഞ്ഞില്ലല്ലോ ഒന്ന് പാളി വെക്കാൻ. നമ്മളെ കുട്ടി അതാ തിരിച്ചറിയോ? അതെ, ഒക്കെ ഒരേ മുഖച്ചായുള്ള കുട്ടികളെന്നല്ലേ പെറ്റെടുക്കുന്ന കുട്ടികൾ. പഠിച്ചോനെ പേരൊക്കെ നോക്കിയിട്ടല്ലേ കണ്ടുപിടിച്ച. എൻ്റെ പൊന്നു മോനെ ഷാമോനെ, എന്താടാ നമുക്ക് ഇങ്ങനെയൊക്കെ. ഉമ്മ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ, ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മതി. അങ്ങനെ അതാ മെഡിക്കൽ കോളേജിലേക്ക് അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. കാരണം കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഇങ്ങോട്ടായിരിക്കും. അങ്ങനെ അതാ അവിടെയുള്ള റിസപ്ഷനിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അത് ഇവിടെ സൗദ, ബേബി സൗദ എന്ന പേരുള്ള കുഞ്ഞിനെ അത് അല്ല മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ അറിയാൻ? അതിനുള്ള കാർഡ് കാര്യങ്ങൾ ഒന്നും ഇല്ലേ? ഇവിടെ എത്ര കുട്ടികൾ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞാലേ മനസ്സിലാവില്ല കേട്ടോ. അതിന് കുറച്ച് നമ്പറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലാതെ നിങ്ങൾ എവിടെയാണെന്നോ ഏത് ഐ സി യുവിലാണെന്നോ NICUവിലാണെന്നോ 52 56 അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങളത് ശരിക്കും കറക്റ്റ് രീതിയിൽ പറയാഞ്ഞാൽ അത് ന്യൂ ബോൺ ആണ്, അത് മിംസിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നറിയാൻ. ഓഹോ, അപ്പം നിങ്ങൾക്ക് പോലും അറിയില്ലേ? ശരിക്കും അതാ അവിടെയുള്ള നേഴ്സുമാർ അങ്ങനെയാണ് പറയുന്നത്. ഷമ്മാസിന് സത്യം പറഞ്ഞാൽ ചടച്ചു പോയി. ഉമ്മ ഇവർ ശരിക്കും നേരാവണ്ണം ഉത്തരം തരുന്നില്ല, പലരും പലതുമാണ് പറയുന്നത്. എന്താമ്മ ഞാൻ ചെയ്യുക? മോനെ ഞാൻ ചോദിച്ചു നോക്കാം. അതെ ഇവിടെ ഉമ്മ വേണ്ട, അവരോട് ചോദിക്കണ്ട, റിസപ്ഷനിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു ഡോക്ടറോട് തന്നെ ചോദിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ ഏത് ഡോക്ടറോട് ചോദിക്കും എന്നൊന്നും അറിയുന്നില്ല. അവിടെ ആകപ്പാടെ തിരക്കും ബഹളവും ഒച്ചപ്പാടും. ഹോ റബ്ബെ, എന്തൊരു തിരക്ക്. ഒരു നിമിഷം ഷമ്മാസ് ആലോചിച്ചു പോയി, റഹ്മാനെ അല്ലാ മെഡിക്കൽ കോളേജ്, ഓഹ് ഇവിടെ എത്ര രോഗികളുണ്ടാവും ബുദ്ധിമുട്ടായി കിടക്കുന്നു. അത് ഈ ഭാഗത്ത് തന്നെ ഇത്ര തിരക്ക്. അപ്പോൾ ശരിക്കും മെയിൻ മെഡിക്കൽ കോളേജിൽ എത്ര ആളുകളുണ്ടാവും. മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവർ, പ്രസവ വേദനയിൽ അതാ പുളയുന്നവർ, അങ്ങനെ പല രീതിയിൽ ആക്സിഡൻറ്റ് കേസ് എല്ലാം. റഹ്മാനെ അള്ളാഹുവെ, മെഡിക്കൽ കോളേജിൽ കഴിയേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ല അല്ലാ. ഷമ്മാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കണ്ട് ആയിഷുമ്മാക്കും, മോനെ എങ്ങനെയടാ? ഉമ്മ തൽക്കാലം നമുക്ക് ICU അന്വേഷിച്ചൊന്ന് പോകാം. ഇവിടുത്തെ ICU ഇവിടെ? അതിലൊരാൾ വഴി കാണിച്ചു കൊടുത്തു. NICU ആണോ? ന്യൂ ബോൺ ആണോ? ആ അതെ. അങ്ങനെ അതാ അങ്ങോട്ട് പോയപ്പോൾ റബ്ബേ, ഇവിടെ എത്ര ICUകൾ എവിടെ വെച്ച് തിരയും. ഓരോ ICUവിൻ്റെയും മുമ്പിൽ ഒരുപാട് ചെരുപ്പുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. അതിൻ്റെ പുറത്തെ വരാന്തകളിലായിട്ട് അതാ ആരൊക്കെ പായയിൽ കിടന്നുറങ്ങുന്നു. ഒരു നിമിഷം ഷമ്മാസ് ആ കാഴ്ചയെല്ലാം കണ്ടു. നെഞ്ചു പൊട്ടിപ്പോയി. റബ്ബേ അള്ളാഹുവേ, നമ്മളെ AC റൂമിൽ എത്ര സുഖകരമായി കഴിയാണ്. ഈ ഹോസ്പിറ്റലിലത്തെ സ്ഥിതിഗതികൾ, അതെ ഈ ആളുകൾ നടക്കുന്ന വരാന്തയിൽ, അതെ വെറും പായ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഓരോരുത്തർ കിടക്കുന്ന രംഗം കണ്ടപ്പോൾ ശരിക്കും നെഞ്ചു പൊട്ടിപ്പോയി. അള്ളാഹുവേ റഹ്മാനെ. എന്നാൽ ഒരു നിമിഷം നുസൈബ പറഞ്ഞു, അതെ ഇതൊക്കെ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം മെഡിക്കൽ ഫീൽഡിൽ ഇതെല്ലാം നമുക്ക് നോക്കേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും. നമ്മളെപ്പോലുള്ള എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്ന കാഴ്ച, അത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് കാണണം. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്നാൽ ഒരു നിമിഷം നുസൈബ ഷമ്മാസിൻ്റെ അടുക്കൽ കുഞ്ഞിനെ കൊടുത്തു. അവൾ ഇംഗ്ലീഷിൽ അവിടെയുള്ളവരോട് എന്തോ ഒന്ന് ചോദിച്ചു. ആ ഓക്കെ. അങ്ങനെ അതാ അവർ പോകുന്നു ഒരു ICUയുടെ ഭാഗത്തേക്ക്. പക്ഷേ അവിടേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അതെ, ആരാണ് കുഞ്ഞിനെ കൂട്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, വേറെ ആർക്കുമില്ല. എന്നാൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറോട് നുസൈബ് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മാത്രം അകത്തേക്കുള്ള അനുമതി നൽകി. അതെ, ഒരു നിമിഷം ഉമ്മ പറഞ്ഞു, അല്ലെങ്കിലും കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ മാണേനും ഇല്ല മോനെ. എന്നാൽ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ മരുവൾ ഡോക്ടറാകാൻ പഠിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. എവിടെ ഓളുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാം. ആ മിംസിൻ്റെ ഭാഗത്തേക്കൊന്നും അവളെ കൊണ്ടുപോയതുമില്ല. അപ്പം പിന്നെ
ഏതായാലും ഇവിടെ പിന്നെ ഓളപ്പോലുള്ളവരെന്നെ വേണം എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഷാമോനെ? ആർക്കും താല്പര്യമില്ലല്ലോ. ഏതായാലും എൻ്റെ കുട്ടി പഠിച്ചോണ്ടേ എൻ്റെ കുട്ടിയൊക്കെ ചോദിച്ചറിയാനൊക്കെ ആയി. അങ്ങനെ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾ ICUവിലേക്ക് കടന്നു. എന്നാൽ ആ ഒരു പേരുള്ള കുഞ്ഞ് അവിടെയൊന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീട് അവൾ തന്നെ ഡോക്ടറോട് എന്തോ ഒരു കാര്യം സംസാരിച്ചു. അതായത് കുട്ടികളുടെ ഡോക്ടറോട് തന്നെ ICUവിലെ ഡോക്ടറെ തേടി പിടിച്ച് സംസാരിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു. യെസ്, അതെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരികയാണെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ നുസൈബയെ അതാ ഡോക്ടർ കൊണ്ടുപോകുന്നു. അത് പ്രത്യേകമായി സജ്ജമാക്കിയ ICUവിൻ്റെ ഒരു റൂമിലേക്ക്. അതിനെ പരിചരിക്കാൻ 2 സിസ്റ്റർമാരും ഉണ്ട്. ഇതാണ് കുഞ്ഞ്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, അല്ലാ, നവാസ്ഖാൻ്റെ കുഞ്ഞ്. സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. പിന്നെ കുട്ടികളെ അനാവശ്യമായ രീതിയിൽ ഇട്ടേച്ച് പോവുക, അല്ലാതെ കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ടാവും. ഒരു ഉഴപ്പന്മാർ, കുട്ടികളുടെ കാര്യത്തിൽ ഒരു ചിന്തയില്ലാത്ത അങ്ങനെയുള്ള കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുള്ളത്. ഇത് ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് കൈമാറാം. കുട്ടികളെ പരിചരിക്കുന്ന എത്രയോ ടീംസ് ഉണ്ട്. അതെ, അവർക്ക് വേണമെങ്കിൽ അവർ ചോദിക്കും, ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്കിത്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് ദത്തെടുക്കാനായിട്ട് കൊടുക്കും. അതൊക്കെ എല്ലാം ഓക്കെ ആയതിനു ശേഷം കുഞ്ഞിനെ തിരിഞ്ഞു വരാൻ ആളില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്ന എത്രയോ ടീംസ് ഉണ്ട് ഇവിടെ. 1 2 ഒന്നല്ല, ചിലർ 1 മാസമൊക്കെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നോക്കും. ICUവിൽ ഇരുന്ന് അങ്ങ് മടുക്കും. അതെ, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ. 2 പേരെങ്കിലും വേണം. ഒരാൾ പോയി ഉറങ്ങുമ്പോൾ മറ്റേ ആൾ നോക്കാൻ വേണം. ഇത് ഒരാൾ മാത്രമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിഞ്ഞാൽ കുട്ടിയെ നോക്കാൻ കഴിയാതെ പലരും പോയി കളയും. എത്ര മക്കൾ ഉപേക്ഷിച്ച് പോകാറുണ്ട് ഇവിടെ. എന്തിനാ കുട്ടിയെ നോക്കാൻ കഴിയൂല, വേണ്ട, ജീവൻ പോണെങ്കിൽ പോട്ടെ, അങ്ങനെ രീതിയിൽ പോകുന്ന പല ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ തടിയും കുഞ്ഞിൻ്റെ കളറും എല്ലാം കൂടി കണ്ടപ്പോൾ ശരിക്കും നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് തന്നെ തോന്നി. ശരിയാണ്, ഞങ്ങൾ അതിനിടയ്ക്ക് ചെക്കപ്പ് ചെയ്തു, പല രീതിയിലുള്ളതും. പക്ഷേ ഇനി 2 ചെക്കപ്പ് കൂടി ബാക്കിയുണ്ട്. തലക്കുള്ളൊരു ചെക്കപ്പുണ്ട്, അതുപോലെ ഹാർട്ടിനുള്ളതുണ്ട്. എക്കോ ടെസ്റ്റ് അതിവിടെയുള്ള സൗകര്യം. അത് നിങ്ങൾ കുറച്ച് അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതൊക്കെ എന്തായാലും ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആരും തിരിഞ്ഞു വരാനൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളതെല്ലാം ചെയ്യും. അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി തലക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടോ അത് നോക്കണം, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതും നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഭാവിയിൽ ഒരു പക്ഷേ അപസ്മാരം വരാൻ, അംഗവൈകല്യമുള്ള കുട്ടിയാവാം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഇത് ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയാലും നോക്കാം അതൊക്കെ. ഇപ്പോൾ കുട്ടി ഓക്കെയാണ്. കുട്ടി പാൽപ്പൊടിയൊക്കെ കഴിക്കുന്നുണ്ട്, അതുപോലെ മെഡിസിനൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുട്ടി ആക്റ്റീവായി വന്നിട്ടുണ്ട്. ശരിക്കും നുസൈബാക്ക് അത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി. അവൾ ആ കുഞ്ഞിനെ ഒന്ന് വാരിയെടുത്ത് ചുംബിച്ചു. റബ്ബേ, ഞാനിപ്പോൾ വരാട്ടോ. അതെ, ഡോക്ടറിന് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ നുസൈബക്ക് എല്ലാം അറിയാമായിരുന്നു. അങ്ങനെ അതാ അവർ ICUവിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവൾ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരു നിമിഷം ഉമ്മയും ഷമ്മാസും നോക്കി നിന്നു. അതെ, എന്താ മോളെ, എന്തെൻ്റെ കുട്ടിക്ക്? നമ്മളെ കുട്ടീനെ കണ്ടോ? ഉമ്മ സ്നേഹത്തോടെ അതിലേറെ സങ്കടത്തോടെ നുസൈബയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. എന്താ മോളെ പറ്റിയത്? നമ്മളെ കുട്ടീനെ കണ്ടോ? ഉമ്മ അവിടെ ഉണ്ടുമ്മ. ആരും നോക്കാനില്ലാത്ത ആ കുഞ്ഞ് അവിടെ അനാഥമായിട്ടാണ് ഉമ്മ നിൽക്കുന്നത്. മോളെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഉമ്മ ഞാൻ ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ ഡോക്ടറോട്, സർ പ്ലീസ് എക്സ്ക്യൂസ് മീ, മദറിനൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, ഒന്ന് പ്ലീസ്, ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ്. ഓക്കെ, പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ധരിച്ചിരിക്കണം. ഓക്കെ, ഗ്ലൗസ്, അതുപോലെ മാസ്ക് മുതലായവയൊക്കെ. അതെ, അതെല്ലാം ധരിച്ച് ഐഷും അതാ അങ്ങോട്ട് ചെന്നു. 2 സിസ്റ്റർമാർ അതാ ഒരു ബോക്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായി നിൽക്കുന്നു. എന്നാൽ ആ ഒരു ബോക്സിൽ കിടക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണെന്ന് ഐഷുമാക്ക് മനസ്സിലായി. ഉമ്മ ഓടിയെത്തി. ഉമ്മ, നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ICUവിൽ കിടക്കുന്ന കുഞ്ഞല്ലേ, നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതുമാത്രമല്ല പിന്നെ നല്ല കെയറിങ്ങും. മക്കളെ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച കുഞ്ഞാണ്, കണ്ടപ്പോൾ വല്ലാത്ത. ആയിക്കോട്ടുമ്മ, അതിനെന്താ, നിങ്ങൾ എടുത്തോളൂ ഒന്ന്. അത്ര ഇതാണെങ്കിൽ അങ്ങനെ അതാ ഐഷുമ്മ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തു.
നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. മോനെ, ഉമ്മാൻ്റെ നവാസിൻ്റെ കുട്ടിയല്ലേ, എവിടെ ഉമ്മാൻ്റെ കുട്ടി? അതെ, ആ കണ്ണീരോടെ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ എടുത്ത് മാറോനണിച്ചു. പെട്ടെന്ന് ആ കുഞ്ഞ് കരഞ്ഞു. പഠിച്ചോനെ, ഉമ്മ അതിനെ നെഞ്ചോട് ചേർത്തു. അല്ല സിസ്റ്റർമാരെ, എൻ്റെ കുട്ടിനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഉമ്മ, ഇല്ല, ഇനി എക്കോ ടെസ്റ്റും പിന്നെ ഹെഡിന് ടെസ്റ്റും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറ്റുള്ളൂ. അല്ല, പിന്നെ ഉപേക്ഷിച്ച് പോയ കുട്ടികളുടെ ഉമ്മയാണോ കുട്ടിയുടെ? ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല മോളെ, ഞങ്ങളിപ്പോൾ അറിയാണ് ഇവിടെ, ഞങ്ങൾ മെംസിലാന്ന് കരുതി നിൽക്കുകയാണ്. ഐഷുമ്മയും കണ്ടു. ആ കുഞ്ഞിനെ വിട്ടു പോരാൻ ഐഷുമ്മക്കായില്ല. അതേ, സൗദ കാണുന്നതിന് മുമ്പ് ഐഷുമ്മയാണ് കുഞ്ഞിനെ കണ്ടത്. സിസ്റ്ററെ, ഞാനിവിടെ നിന്നോളാം, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ നോക്കാൻ ഞാനിവിടെ നിന്നോളാം ഉമ്മ. പിന്നെ വേറൊരു ഉമ്മയുണ്ടായിരുന്നു, അതിന് ഇട്ടേച്ച് പോയിട്ട് ഒരു ദിവസമാണ് ഒറ്റയ്ക്ക് കുട്ടി ഐസിയുയിൽ കിടന്നത്. കുട്ടി ഭയങ്കര കരച്ചിലും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ എടുത്ത് ഇവിടെ ഈ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നതാണ്. അല്ലാതെ അങ്ങനെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ, കുഞ്ഞു മക്കളല്ലേ, അവരുടെ ജീവൻ രക്ഷിക്കലല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി. ശരിക്കും ആ സിസ്റ്ററുടെ വാക്കുകൾ കേട്ട് അവർ, പഠിച്ചോനെ, എൻ്റെ കുട്ടി അനാഥമായി നിൽക്കുകയാണല്ലോ റബ്ബേ. അതെ, ഐഷുമാക്ക് അവിടുന്ന് പോകാൻ തോന്നിയില്ല. ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ, എനിക്ക് വിട്ടു തരി, ഞാൻ നോക്കിക്കോളാം. അല്ലുമ്മ, പിന്നെ എന്തൊക്കെ നില ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിസ്റ്ററുടെ വാക്കുകൾ കേട്ടപ്പോൾ ഐഷുമ്മ പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ അതാ കുഞ്ഞിനെയും തേടി അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാന്തയിൽ അതാ അവശയായ രീതിയിൽ ഇരിക്കുന്ന കുഞ്ഞിക്കതിയെ ഒരു നിമിഷം അതാ ഷമ്മാസ് കാണുന്നു. ഉമ്മ അങ്ങോട്ട് നോക്കിക്കോ ഉമ്മ. എന്താ മോനെ? അങ്ങോട്ട് നോക്ക്, ആരവിടെ നിന്ന് ചായ കുടിക്കണമെന്ന്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, അതാ സൗദിൻ്റെ ഉമ്മല്ലേ റബ്ബേ, നമ്മളെ കുഞ്ഞിനെ. നേരിയതാ ഐഷുമ്മ അങ്ങോട്ട് ചെന്നു. അതേ, എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് ഉമ്മയുടെ കൈ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. വേണ്ട, അവർ ജീവിക്കട്ടെ, കുഞ്ഞിനെ കാണാതെ ചെയ്തിട്ട് പോവും, അവർക്കൊരു ടെൻഷനും കാര്യങ്ങളുമില്ല, അവർ ഫുഡ് കഴിക്കുകയാണ് അവിടെ ഇരുന്ന്. ഉമ്മ, നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാം. മോനെ, എടാ, എന്താ ഞാൻ ചെയ്യുക? മോനൊന്ന് സൗദക്ക് വിളിച്ച് നോക്കാം, ചെല്ല്. ഉമ്മ, നിങ്ങളെന്നെ വിളിച്ചോളി. അപ്പോൾ തന്നെ അതാ സൗദക്ക് വിളിക്കുന്നു. ഉമ്മയുടെ നമ്പർ കണ്ട സൗദ കരഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ ഉമ്മ. മോളെ, എന്തെൻ്റെ വർത്താനം? ഉമ്മ, എന്തുമ്മ, എനിക്ക് സമാധാനം സുഖമില്ലല്ലോ, എൻ്റെ കുട്ടി എവിടെ എനിക്കറിയില്ലമ്മ. പൊന്നു മോളെ, കുട്ടിനെ ഞങ്ങൾ കണ്ടിക്കണേ, കുട്ടി ഇവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ ഇതിപ്പോൾ ഉമ്മ, സത്യമാണോ? എനിക്കൊന്ന് കാണണം ഉമ്മ, എൻ്റെ കുഞ്ഞിനെ കാണാൻ കൊതിയായിട്ട് ഉമ്മ. ഞാൻ കണ്ടിട്ട് പോലുമില്ല. അവർ അനസ്തേഷ്യ ചെയ്ത ആ പാതി മയക്കത്തിലാണ് ഉമ്മ എന്നെ അവരൊന്ന് കാണിച്ചെന്ന് ഞാൻ കണ്ടിട്ടില്ല ഉമ്മ. എൻ്റെ കുഞ്ഞിനെ, എൻ്റെ കുട്ടിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഉമ്മ? ഇല്ല മോളെ, ഒന്നുമില്ല. സൗദിയോട് ഉമ്മ സ്നേഹത്തോടെയാണ് അത് പറഞ്ഞത്. എന്നാൽ ഷമ്മാസും നുസീബയും ഉമ്മയും അവിടെ നിന്ന് ഫോൺ ചെയ്യുന്ന കാര്യം അതാ കുഞ്ഞിക്കതിയാത്ത ചായ കുടിച്ച് തിരിച്ചു വരുമ്പോൾ കാണുന്നു. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. ആഹാ, അപ്പോൾ ഞാനില്ലാത്ത നേരത്ത് കുട്ടിനെ കൊണ്ടുപോകാൻ വന്നതാണല്ലേ കള്ളന്മാർ. നേരെ അതാ അവിടുത്തെ സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറയുന്നു. അതേ, പിന്നെണ്ടല്ലോ എൻ്റെ പേരക്കുട്ടിയെ തട്ടിക്കൊണ്ടാനതാ വന്നിക്കണ 2-3 ആൾക്കാർ. എന്താ താത്ത നിങ്ങൾ പറയുന്നത്? അതെ, നിങ്ങൾ കേസ് കൊടുക്കണം, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അവർ, കേസ് കൊടുക്കണം. സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറയുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾക്കെന്ത് സുഖമല്ലേ? ആ നിമിഷം തന്നെ സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങളെന്തുവരെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഷമ്മാസിന് ദേഷ്യമാണ് വന്നത്. അതൊക്കെ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ ഇവരെ വിളിപ്പിക്കുന്നു. അതെ, നിങ്ങൾ എന്തൊക്കെ തന്നെയാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തിയ സ്ഥിതിക്ക് കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞവിടെ ICUയിൽ കിടന്ന് കരയുകയും കുഞ്ഞിനെ നോക്കാതെ ചൂടേറിയിട്ടും കുഞ്ഞാകെ പറ്റങ്ങോട്ട് തീരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവശനായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനൊക്കെ കണ്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ എന്താ ഇങ്ങനെ? ഒരാൾ ഉത്തരവാദിത്തത്തിൽ കുഞ്ഞിനെ നോക്കുമ്പോൾ അത് ശരിക്കും നിറവേറ്റേണ്ടത്. ചെറിയ മക്കളല്ലേ, അത് ന്യൂ ബോൺ അല്ലേ, എന്താ തീരെ ഒരു ഇതില്ലാത്തത്?
എന്നാൽ ഷമ്മാസ് കാര്യങ്ങളെല്ലാം പറയുകയായിരുന്നു. ഒന്നും ഞങ്ങൾക്കറിയില്ല. കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ എത്തിയതോ അതും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഡോക്ടറോട് അപ്പോഴേക്കും നുസൈബ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഹോ ചില ആളുകളുണ്ട് അങ്ങനെ, ഹോ കുഞ്ഞിനെ പോലും വിലയില്ലാത്ത. പിന്നെ സുരക്ഷിതമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞിനെ നിങ്ങളെ കയ്യിൽ തരും, അല്ല എങ്കിൽ ഹോസ്പിറ്റൽ അധികൃതർ ഏറ്റെടുത്തിരിക്കും. കാരണം കുഞ്ഞിനെ അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. അത് ഗവൺമെൻറ് തീരുമാനമാണ്. കാരണം കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞങ്ങൾ വിട്ടുതരില്ല, വളർത്താനാണെങ്കിൽ മാത്രം. ശരിക്കും കുഞ്ഞിക്കതിയാത്തിയും അത് കണ്ടു. അവർക്ക് ദേഷ്യം വന്നു. ഓ ഇനിയിപ്പോൾ ആയിക്കോട്ടെ, കൊണ്ടേക്കോട്ടെ, എനിക്ക് പിന്നെ പാട്ടിനാണ് പോവുക, എന്തായാലും വേണ്ടിയില്ല. എന്നാൽ കുഞ്ഞിക്കതിയത്തക്കെതിരെ കേസ് കൊടുക്കും എന്നത് കൊണ്ട് തന്നെ കുഞ്ഞിക്കതിയത്ത ആ നിമിഷം തന്നെ അവിടെ നിന്ന് നേരെ ബസ് കയറുകയായിരുന്നു. കുട്ടിൻ്റെ തന്തൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇനി എനിക്ക് ബേജാറ്, ഞാൻ അപ്പം എന്തിനാ ഇവിടെ ഉറക്കം വെച്ച് ഇവിടെ നിൽക്കണേ. ആ നിമിഷം തന്നെ കുഞ്ഞിക്കതിയാത്ത അവിടെ നിന്ന് ബസ് കയറുകയായിരുന്നു. എന്നാൽ ഷമ്മാസ് അതൊന്നും നോക്കാതെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഉമ്മ, കുഞ്ഞിന് ഏറ്റവും നല്ല സുരക്ഷിതമായ ഒരു ചികിത്സ ലഭ്യമാക്കണം, എക്കോ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം, അതൊക്കെ ചെയ്യാം, എന്നിട്ട് കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോകും. ഒരിക്കൽ പോലും അല്ലെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമല്ല. ആ സൗദത്ത അവർക്കൊക്കെ, മോനെ എന്തായാലും എൻ്റെ കുട്ടീനെ കിട്ടിയല്ലോ, ഞാൻ കുട്ടിക്കൊന്ന് പാല് കൊടുക്കാൻ, അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ, ഈ പാൽപ്പൊടി കലക്കി കൊടുക്കല്ല റബ്ബേ, അതൊന്ന് കൊടുക്കാൻ. എന്നാൽ നുസൈബ അതാ വീണ്ടും കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തി. കുഞ്ഞ് അതാ കരയുകയാണ്. അവൾ കുഞ്ഞിനെ വാരിയെടുത്തു. പഠിച്ചോനെ, അതെ ആ നിമിഷം തന്നെ കുഞ്ഞ് കരയുമ്പോൾ അവളുടെ സ്ഥലങ്ങളിൽ പാല് നിറഞ്ഞ വേദന അങ്ങോട്ട് വന്നു. ഒരു നിമിഷം അവൾ ഓർത്തുപോയി, റബ്ബേ എനിക്ക് അമ്മിഞ്ഞ പാലുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പാലുണ്ട്, അതിനെന്താ എൻ്റെ പാൽ ഈ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് അത് ഷമ്മാസ്കായോട് ചോദിച്ചിട്ടേ പറ്റുള്ളൂ. റബ്ബേ എനിക്ക് വല്ലാത്ത കുഞ്ഞിനെ കണ്ടിട്ട് ദയ തോന്നുകയാണല്ല, എനിക്ക് പാലുണ്ടല്ലോ അല്ല, ഞാൻ കൊടുക്കട്ടെ ഈ കുഞ്ഞിന്. അവൾ പടച്ച റബ്ബിനോട് ഒരു നിമിഷം ദുആ ചെയ്തു. എന്നാൽ കുഞ്ഞ് കരയാണ്. വീണ്ടും പാൽപ്പൊടി കൊടുത്തിട്ടൊന്നും അതിനിഷ്ടപ്പെടുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, ആ പിന്നെ ഇവിടെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ പാൽപ്പൊടി കൊടുക്കുമ്പോഴൊക്കെ കുഞ്ഞിനെ 3-4 ദിവസം ആകുമ്പോഴത്തേന് അമ്മമാർ വരുമല്ലോ, എന്നിട്ട് കൊടുക്കുമല്ലോ. പക്ഷേ ഈ കുട്ടിക്കിപ്പോൾ പാലും കിട്ടുന്നില്ലല്ലോ, എന്തായിത്തീരും? എന്തായാലും പാൽപ്പൊടി മാത്രം കഴിച്ച് വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും നല്ല അമ്മയുടെ അമ്മിഞ്ഞപ്പാലെന്ന് വെച്ചാൽ അതാണ് പ്രധാനമായിട്ട് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ, ഇതൊക്കെയെന്ന് വെച്ചാൽ കൃത്യമായി കലക്കി കൊടുക്കുന്ന ഒരു സംഭവങ്ങളല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ അവൾക്ക് കുഞ്ഞിനെങ്ങനെയെങ്കിലും ഒന്ന് മുലയൂട്ടണം എന്ന് വരെ തോന്നിപ്പോവുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ഷാമോനോടൊന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? പക്ഷെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അതൊരിക്കലും കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നവൾക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ കുഞ്ഞാണെങ്കിലും വല്ലാത്ത കരച്ചിൽ. എന്നാൽ ആ നിമിഷം അതെ ഷമ്മാസിൻ്റെ അടുത്തേക്ക് അവൾ പോവുകയാണ്. ഇക്ക, എന്തടി കുഞ്ഞിനെ കണ്ടില്ലേ, സമാധാനം ഇല്ലേ? നമുക്കങ്ങ് കൊണ്ടുപോകാമല്ലേ? ഇക്ക കൊണ്ടുപോകാം, പക്ഷേ എന്താ നമുക്ക് നോക്കിക്കൂടെ കുഞ്ഞിനെ? നമുക്ക് നോക്കാട്ടോ. അവരൊരു പക്ഷേ കുഞ്ഞിനെ നോക്കില്ലായിരിക്കും, നമുക്ക് നോക്കാട്ടോ. അതെ എൻ്റെ 2 മക്കളായിട്ട് ഞാൻ വളർത്തും. അതെ നമ്മളെ മോൾക്ക് ഒരു തുണയായിട്ട് ഒരു പൊന്നുമോൻ അള്ളാഹു നൽകിയെന്ന് വിചാരിച്ചാൽ മതി. ഇക്ക എനിക്ക് സന്തോഷമേ ഉള്ളൂ, നവാസ്കയുടെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇക്ക എനിക്കൊരു കാര്യത്തിന് സമ്മതം തരികയാണെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു. എന്താ പെണ്ണേ നീ പറയുന്നത്? അതെ അത് പിന്നുണ്ടല്ലോ ഇക്ക, എൻ്റെ മാറിടം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്, ആ കുഞ്ഞാണെങ്കിൽ കരയുന്നുണ്ട്. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. നുസൈബ, നീ എന്തീ പറയുന്നത്? അതെ ഷമ്മാസിനെ അത് കൊടുക്കാൻ പറയാൻ അവന് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയുന്നില്ല. നുസൈ, എന്താ പെണ്ണേ അത് നീ എന്തീ പറയുന്നത്? അതേക്ക, നമ്മുടെ പൊന്നുമോള്, നമ്മുടെ ഫാത്തിമ അല്പമേ കുടിക്കുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിൽ കണക്കിലധികം പാലുമുണ്ട്. ഞാൻ ആ കുഞ്ഞിനൊന്ന് കൊടുത്തോട്ടെ. അത് നുസൈബയുടെ വാക്ക് കേട്ട് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിയെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നു. അതെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഉമ്മയില്ലാത്തൊരവസ്ഥ,
അതെ, ആ ഒരു സമയത്ത് ആരെങ്കിലും എൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി അവൻ. അതെ, വയനാട്ടിലെ ആ ദുരന്തം നടന്ന സമയത്ത് എല്ലാ മുല കൊടുക്കുന്ന ഉമ്മമാരും അതെ മലവെള്ളപ്പാച്ചിലിൽ അങ്ങൊഴുകിപ്പോയി കഷ്ണം കഷ്ണങ്ങളായി മാറി. എന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഉമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ, അതെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പാലൂട്ടാൻ എത്രയോ സ്ത്രീകളെന്ന് റെഡി ആയതുകൊണ്ട് തന്നെ അതെ ആ മക്കൾക്ക് അത് വല്ലാത്തൊരു ആശ്വാസമായി. അതെ, ആ കുഞ്ഞിൻ്റെ ഭക്ഷണം എൻ്റെ ഭാര്യയിലൂടെയാണ് അള്ളാഹു നിശ്ചയിച്ചത് എങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. റഹ്മാനെ നീ സ്വീകരിക്ക്. എന്നാൽ ഈ കാര്യം അതാ ഐഷുമ്മയോട് നുസൈബ പറഞ്ഞപ്പോൾ ഐഷുമ്മക്ക് വല്ലാത്ത സന്തോഷം. മോളെ, നിനക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും. ഉമ്മാൻ്റെ കുട്ടി കൊടുത്തോളി, അതിന് വയറ് നിറയെ പാല് കൊടുത്തോളി ഉമ്മാൻ്റെ കുട്ടി. സ്നേഹത്തോടെ അത് കേട്ട നുസൈബ അവൾ ICUവിലേക്ക് ഓടി. അതെ, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയും ഉമ്മയുടെയും സമ്മതം വാങ്ങി നേരെ അതാ അവൾ ICUവിലേക്ക് ഓടുന്നു. മേഡം, അതെ കുഞ്ഞ് കരയല്ലേ, പാൽപ്പൊടിയൊന്നും കുഞ്ഞ് കുടിക്കുന്നില്ലല്ലോ. ഇല്ല, അതാ പറഞ്ഞത് കുഞ്ഞിൻ്റെ ഉമ്മയെ വേഗം വരുത്തിക്കണം എന്നുള്ളത്. എന്താ ഇത് ഇപ്പോഴും ഇങ്ങനെ? എന്നാൽ നുസൈബ പറഞ്ഞു, തരൂ കുഞ്ഞിനെ, ഞാൻ പാലൂട്ടാം. അപ്പോൾ തന്നെ സിസ്റ്റർ അതാ കുഞ്ഞിനെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നവാസിൻ്റെ കുഞ്ഞിനെ അവൾ പാലൂട്ടി. അതെ, ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ കുഞ്ഞിൻ്റെ വായിലേക്കത് വെച്ച് കൊടുത്തപ്പോൾ കുഞ്ഞ് സന്തോഷത്തോടു കൂടി അത് ആഞ്ഞു വലിച്ച് കുടിക്കുകയായിരുന്നു. അത് കണ്ട് ശരിക്കും നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, മുലപ്പാൽ കൊണ്ട് നിറഞ്ഞ തൻ്റെ സ്ഥലങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിട്ടത് തോന്നി. അതെ, ആ കുഞ്ഞ് വയറ് നിറച്ചും പാല് കുടിച്ചു. ശേഷം മറ്റേ സ്ഥലവും കൊടുത്തു. അവൾ ഒന്ന് തോളിലിട്ട് കൊട്ടിയതിന് ശേഷം അങ്ങനെ അതാ പാല് നല്ല രീതിയിൽ കുഞ്ഞ് തൻ്റെ മുഖത്തേക്ക് നോക്കി കുടിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സമാധാനം, സന്തോഷമുള്ളതുപോലെ അതിന് തോന്നി. അല്ലാ, എൻ്റെ മോനാണിത്, ഇതെൻ്റെ മോനാണല്ലാ. അതെ, ആര് നോക്കിയില്ലെങ്കിലും എൻ്റെ മോനെ ഞാൻ നോക്കും. സ്നേഹത്തോടെ നുസൈബ ആ കുഞ്ഞിനെ അത് നല്ല രീതിയിൽ പാലൂട്ടി. കുഞ്ഞ് വയറ് നിറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുന്ന പോലെ തോന്നി. അത് തൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. നുസൈബ അതിനെ തോളിലിട്ട് പുറത്തൊന്ന് തട്ടിക്കൊടുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം കേൾക്കുന്നതുവരെ അതെ കുഞ്ഞിന് വയറ് നിറഞ്ഞു. കുഞ്ഞ് സമാധാനത്തോടു കൂടി അവിടെ കിടന്നുറങ്ങുന്നു. എന്നാൽ സിസ്റ്റർമാർ പറഞ്ഞു, ഇപ്പോഴാണ് കുഞ്ഞിന് വയറ് നിറഞ്ഞത്. നമ്മളെപ്പോൾ തന്നെ എത്രയൊക്കെ നമ്മൾ പാൽപ്പൊടി കലക്കി കൊടുത്താലും അമ്മിഞ്ഞ പാല് കുടിക്കുന്നത് പോലെ വരില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളാണോ കുഞ്ഞിൻ്റെ ഉമ്മച്ചി? അത് കേട്ട നുസൈബ് ഒരു നിമിഷം അവരോട് പുഞ്ചിരിച്ചു. അതെ എന്നുള്ള രീതിയിൽ. അല്ല, അവർ തന്നെയാണോ എന്നും അവർ അത്ഭുതപ്പെട്ടു. എന്തൊക്കെ തന്നെയായാലും കുഞ്ഞിനെ നല്ല രീതിയിൽ അവൾ അമ്മിഞ്ഞ കൊടുത്ത് ഉറക്കി. സന്തോഷത്തോടെ നിറയുന്ന കണ്ണുകളോടെ അവൾ അങ്ങോട്ട് വന്നപ്പോൾ ഷമ്മാസും ഉമ്മയും നോക്കി നിന്നു. നുസൈബ, എന്താടി ഇക്ക? അതെ, വയറ് നിറച്ച് കുഞ്ഞ് കുടിച്ച് ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ പൊന്നുമോൾ ഫാത്തിമ അതെ അവള് നല്ല ഉറക്കത്തിലാണ്. ഒരു നിമിഷം നുസൈബ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ, ഉമ്മാൻ്റെ കുട്ടിക്കൊരു ആങ്ങള കൂടി ഉണ്ട് കേട്ടോ. ഉമ്മാൻ്റെ കുട്ടിക്കൊരു ആങ്ങള കൂടിയുണ്ട്. ഒരു നിമിഷം ഷമ്മാസിനത് വല്ലാത്തൊരു സന്തോഷമായി. നുസൈബ, അതെ ഇത് എഴുതി വെക്കണം കേട്ടോ, ഒരിക്കലും മറക്കരുത്. അതെ, ഇനി ഇത് നമ്മളെ മോനാണ്, നമ്മളെ മോനായിരിക്കും അത് പിന്നെ ഒരിക്കൽ പോലും അവർക്കിനി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ ഫാത്തിമ മോളും നമ്മുടെ നവാസ്കയുടെ കുഞ്ഞും അതെ നമ്മളെ മോനും അവരൊരിക്കലും അവർക്ക് വിവാഹബന്ധം ഹറാമാണ്. അതെ, അവർ ആങ്ങളെയും പെങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മറക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും ഷമ്മാസിൻ്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. നുസൈബ് പറഞ്ഞു, ഇക്ക അതെ നമുക്ക് 2 മക്കൾ അള്ളാഹു നൽകില്ലേ, ഒരു മോളും ഒരു മോനും. അതേടി, അതിനെന്താ? സത്യം പറഞ്ഞാൽ ഷമ്മാസ് വിതുമ്പിക്കരഞ്ഞു. അതെ പഠിച്ചോനെ അള്ളാ. എന്നാൽ ഐഷുമ്മാക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ആ ഒരു രംഗം. മോളെ, ഇനിയിപ്പോൾ എന്താ, നമുക്കങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ?
നമുക്ക് ചോദിച്ചു നോക്കിയാലോ സിസ്റ്ററോട്? എൻ്റെ മോളുണ്ടല്ലോ എല്ലാത്തിനും എനിക്ക്. മോളെ, എന്താ മോളെ? എനിക്ക് വല്ലാത്ത അള്ളാഹു എനിക്ക് എൻ്റെ കുട്ടിനെ അനുഗ്രഹമായിട്ടാണ് ഇറക്കി തന്നത്. അതെ, എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിൽ എൻ്റെ ഫൈസൽ കെട്ടി എങ്കിലും ആദ്യമേ എൻ്റെ മരുമകളായി വന്നു. പിന്നെ എൻ്റെ ഷമ്മാസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതിൻ്റെ നവാസിൻ്റെ കുഞ്ഞിനും ഉമ്മയായി. മോളെ, ഉമ്മാൻ്റെ കുട്ടി ഭാഗ്യവതിയാണ്. എൻ്റെ ഭാഗ്യമാണ് നീ. അതെ, നുസൈബയെ ഉമ്മ നെഞ്ചോട് ചേർത്ത് ചുംബിച്ചു. ഉമ്മ, അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ഉമ്മ, ആരാരുമില്ലാത്തവർക്ക് നമ്മൾ ആശ്രയമാണല്ലോ. സത്യമായിട്ടുമ്മ, കുഞ്ഞ് എത്ര സുഖസുന്ദരമായാണ് ഉറങ്ങിയതുമ്മ. സത്യമായിട്ടും മോളെ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക്. ഇനി ആ കുഞ്ഞിനെ ഇവിടെ ഇടാൻ പാടില്ല, നമുക്ക് കൊണ്ടുപോവാം മോളെ. എന്നാൽ ഷമ്മാസ്, ഉമ്മ 2 ടെസ്റ്റുകളുണ്ടല്ലോ, എക്കോ ടെസ്റ്റും പിന്നെ ഹെഡിനുള്ളൊരു സ്കാനിങ്ങും ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകും, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യും ഉമ്മ. അങ്ങനെ അതാ സിസ്റ്ററോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു. ഓക്കെ, അതിപ്പോൾ തന്നെ എന്നാൽ ചെയ്തോളൂ. അങ്ങനെ അതാ അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ആംബുലൻസിൽ കൂട്ടത്തിൽ 2 നഴ്സുമാരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവർ അതാ കുഞ്ഞിനെ എക്കോ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്നു. ഒരു നിമിഷം ഐഷുമ്മ ദുആ ചെയ്തു, റബ്ബേ എൻ്റെ കുട്ടിക്കൊന്നും നീ വരുത്തല്ല അല്ലാ. അത് നുസൈബക്കും വല്ലാത്ത വിഷമമായിരുന്നു, പഠിച്ചോനൊന്നും ഉണ്ടാവരുത് അല്ലാ. എന്നാൽ ഈ ഒരു സമയം എക്കോ ടെസ്റ്റ് അതാ എടുത്ത് അവർ തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഡോക്ടറെ കാണിക്കണം. എന്നാൽ നുസൈബ തന്നെ അത് നോക്കിയപ്പോൾ, പഠിച്ചോനെ എന്താ ഹാർട്ടിൽ ചെറിയൊരു ഹോൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാ മോളെ, എന്താ നീ ചെയ്യുക നമ്മളെ കുട്ടി? ഉമ്മ, അത് കുഴപ്പമില്ല. അതായത് ജനിച്ച ഉടനെ തന്നെ നമ്മൾ കരഞ്ഞു കഴിയുകയാണെങ്കിൽ, നമ്മളെ കുഞ്ഞ് ജനിച്ച ഉടനെ കരയുകയാണെങ്കിൽ ആ ഒരു ഹോൾസ് അങ്ങ് അടയും. കരഞ്ഞില്ല എങ്കിൽ അതുണ്ടാവും. എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും ഉണ്ടാകുന്നതാണ് ആ ഒരു ഹാർട്ടിന് ഹോൾസ്. അത് ജനനത്തിൻ്റെ കരച്ചിലോട് കൂടെ അതങ്ങ് അടഞ്ഞു പോകും. ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റ് ഇപ്പോൾ കുറച്ച് കരഞ്ഞപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇനി കരഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫിനിഷായി വരും. അങ്ങനെയാണ് ഉണ്ടാവുക. ആ കാര്യത്തിൽ ഉമ്മ വിഷമിക്കേണ്ട ഉമ്മ. തൻ്റെ മരുമകൾ ഡോക്ടറാകാൻ പഠിക്കുന്ന നുസൈബയുടെ ആ ഒരു വിദ്യാഭ്യാസം കണ്ട് ഐഷുമ്മ തന്നെ പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അല്ലാ, മാഷാ അല്ലാ, എൻ്റെ കുട്ടി, എല്ലാത്തിനും ഓള് തന്നെ മതിയല്ലോ. ഇനി തലക്കുള്ളൊരു സ്കാനിങ് കൂടെ ഉണ്ട് മോളെ, അത് റെഡിയാവുമായിരിക്കില്ലേ? ഉമ്മ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ റെഡിയാവും. അങ്ങനെ അതാ അവരെല്ലാവരും കൂടി റൂമെടുത്ത് അവിടെ തന്നെ താമസിക്കുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് 2 നഴ്സുമാരെയും ഏർപ്പാട് ചെയ്തു. കാരണം കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് പോകാം എന്ന് കരുതി. അതിനുള്ള ക്യാഷും കാര്യങ്ങളെല്ലാം ഡോക്ടറിനും നഴ്സിനൊക്കെ ഷമ്മാസ് കൊടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നുസൈബയുടെ കുഞ്ഞായി മാറിയിരിക്കുകയാണ് നമ്മുടെ നവാസിൻ്റെ പൊന്നുമോൻ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി നവാസിൻ്റെ മോനെ തേടി കുഞ്ഞിക്കദ്യ വരുമോ? എന്തായിരിക്കും സ്ഥിതി? അവർ വീട്ടിലെത്തിയിട്ട് എന്തായിരിക്കും സൗദിയുടെ പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.